വൈകിട്ട് 7:15 മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കും. MG മിഥുനും VV വിനോദും നമുക്കൊപ്പം ചേരുമ്പോൾ മിഥുൻ പറഞ്ഞു വരുന്നത് പോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിനു ശേഷം തെരഞ്ഞെടുപ്പിലൂടെ മൂന്നാം തവണ പ്രധാനമന്ത്രിയാകുന്ന ആളായി നരേന്ദ്രമോദി മാറുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാക്കി മാറ്റാൻ ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആ തരത്തിലുള്ള ഒരു ചിത്രമാക്കി മാറ്റാൻ BJP ആഗ്രഹിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രാതിനിധ്യം പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും ആഗോള തലത്തിൽ അന്താരാഷ്ട്ര തലവന്മാരുടെ പ്രാതിനിധ്യം എല്ലാം ലക്ഷ്യമിടുന്നുണ്ട്. ആ തരത്തിലായിരിക്കും സത്യപ്രതിജ്ഞ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. എങ്ങനെയായിരിക്കും ഏതെല്ലാം പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തുമെന്നാണ് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന വിവരം? അപർണ, തീർച്ചയായും വർണ്ണാഭമായ ചടങ്ങാക്കി മാറ്റാൻ തന്നെയാണ് BJPയുടെ തീരുമാനം, ഒപ്പം തന്നെ NDAയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുകയും ചെയ്തു. ഭവനിൽ ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണ സജ്ജമായി എന്ന് നേരത്തെ തന്നെ നേതാക്കളെല്ലാം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ അപർണ സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പ്രമുഖർ എത്തുന്നത് പോലെ തന്നെ ഒപ്പം തന്നെ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രമുഖരായിട്ടുള്ള നേതാക്കളെയും ക്ഷണം നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് രാവിലെയോട് കൂടി തന്നെ ഇവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷെയ്ഖ് ഹസീന അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിലെത്തുകയും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ നേതാക്കളും രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരുപക്ഷേ മൂന്നാം മോദി സർക്കാർ എന്ന രീതിയിൽ മൂന്നാം NDA സർക്കാർ എന്ന രീതിയിലേക്ക് പറയുന്നു എങ്കിൽ പോലും തന്നെ വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് രാജ്യമെമ്പാടുമുള്ള BJP പ്രവർത്തകർ എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലും രാവിലെ മുതൽ തന്നെ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൊടിതോരങ്ങളുമായി പ്രവർത്തകർ പൊതുനിരത്തിൽ തന്നെയുണ്ട്. അത്തരത്തിൽ വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് മൂന്നാം മന്ത്രിസഭ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു വന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ 48ഓളം പേർ ഇത്തവണ മന്ത്രിയാരായി ചുമതലയേൽക്കുമെന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 29 ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരും ഒപ്പം തന്നെ 26 സഹമന്ത്രിമാരും 9 സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുമായിരുന്നു കഴിഞ്ഞ തവണ 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചുമതലയേറ്റത്, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുകയും ചെയ്ത്. ഇത്തവണ അതിൽ കുറവാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ 48 പേർ. അതിൽ BJPക്ക് പുറമേ വരുന്ന ആ കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ HD കുമാരസ്വാമി JDSൽ നിന്ന് ഒരു മന്ത്രി JDSൽ നിന്ന് വരുന്നത് HD കുമാരസ്വാമിയാണ്. LJPയിൽ നിന്ന് ചിരാഗ് പാസ്വാൻ കേന്ദ്രമന്ത്രിയാകും. ഒപ്പം തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് രാംദാസ് അഥാവലെ കേന്ദ്രമന്ത്രിയാകും. ജിതിൻ റാം മഞ്ചി ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയിൽ നിന്ന് കേന്ദ്രമന്ത്രിയാവും. ശിവസേനയിൽ നിന്ന് പ്രതാപ് റാവു ജാദവും TDPയിൽ നിന്ന് ചന്ദ്രശേഖർ പെമ്മസാനി ഒപ്പം തന്നെ രാംമോഹൻ നായിഡു എന്നിവരാണ് TDPയിൽ നിന്ന് വരുന്നത്. കൂടാതെ രാംനാഥ് ഠാക്കൂർ, ലലൻ സിംഗ് എന്നിവർ JDUവിൽ നിന്ന് കേന്ദ്രമന്ത്രിയാവുന്നു. അതിൽ ഒരു കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് പദവിയും ഒപ്പം തന്നെ ഒരു സംഘമന്ത്രി സ്ഥാനവുമാണ് അവർക്ക് നൽകുന്നത്. ഒപ്പം തന്നെ AJSUവിൽ നിന്ന് ചന്ദ്രശേഖർ ചൗധരിയും RLDയിൽ നിന്ന് ജയന്ത് ചൗധരിയും അനുപ്രിയ പട്ടേൽ അപ്നാദിൽ നിന്നും കേന്ദ്രമന്ത്രിമാരാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ എത്ര വനിതാ കേന്ദ്രമന്ത്രിമാരിൽ എത്ര വനിതകൾ ഇടം പിടിക്കുമെന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. നിലവിൽ അതായത് ഘടകകക്ഷിയിൽ നിന്ന് അനുപ്രിയ പട്ടേൽ മാത്രമാണ് ഘടകകക്ഷിയിൽ നിന്ന് വനിതാ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത്തരത്തിൽ ബാക്കി 36 പേർ BJPയിൽ നിന്നാണുള്ളത്. S ജയശങ്കർ, കിരൺ റിജിജു ഒപ്പം തന്നെ രക്ഷാ ഖഡ്സെ, കമൽജീത് ഷെറാവത്ത്, റാവു ഇന്ദർജിത് സിംഗ്, ഗിരിരാജ് സിംഗ്, ബണ്ടി സഞ്ജയ്, സുരേഷ് ഗോപി, കിഷൻ റെഡ്ഡി, ശോഭ കരന്തലജെ കർണാടകയിൽ നിന്ന് നേതാവാണ്. ഒപ്പം തന്നെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. അത്തരത്തിൽ മുൻകാലങ്ങളിലും ഒക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് അഭിനന്ദിച്ച വ്യക്തി കൂടിയാണ് ശോഭ കരന്തലജെ. അവർ ഇത്തവണ മന്ത്രിസഭയിലേക്ക് വരുന്നു. ഹർഷ മൽഹോത്ര ഒപ്പം തന്നെ L മുരുകൻ, അജയ് താംത, ഹർദീപ് സിംഗ് പുരി, ഭഗീരഥ് ചൗധരി, രവ്നീത് സിംഗ് ബിട്ടു, BL വർമ്മ, ജിതിൻ പ്രസാദ, പങ്കജ് ചൗധരി, CR പാട്ടീൽ എന്നിവർ ആദ്യഘട്ടത്തിൽ കേന്ദ്രമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.